കണ്ടമാനം അടിച്ചു കയറി വരും അവിടെ നിന്ന്. പലതരത്തിലുള്ള ബലൂൺ, മുളക് ബജ്ജി, ക്ലിപ്പ്, ചീർക്കിലി, പിന്നെ ചീർപ്പ്, കോമ്പ ചീർപ്പ്, നീളം ചീപ്പ്, വട്ടച്ചീർപ്പ്, കത്തി ചീപ്പ്, എല്ലാം കത്തി, പിച്ചത്തി, വാക്കത്തി. പാലക്കാടൻ ചുക്കുകാരിപ്പട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇത് അവിടെ തന്നെയാണ് പൂർണ്ണത്രയേശ. കാരണം എന്താ വെച്ചാലേ അതിന് ഹൈഡ്രജൻ ഫുള്ള് പോയി. ലാസ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ട് സൈക്കിൾ അടിക്കുന്ന പമ്പടിച്ച് നേരെ കാറ്റടിച്ചപ്പോണ്ടല്ലോ മറക്കണില്ല. അതെന്ത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ശ്രീ പൂർണ്ണത്രയേശ അമ്പലത്തിലാണ് ഇന്നത്തെ വ്ളോഗ്. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോ അവിടെ നിന്ന് മുതൽ ഗോപുരം മുതല് ഇവിടം വരെ നല്ല തിരക്കാണ്. ഇഷ്ടം പോലെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് കച്ചവടക്കാര്, പിന്നെ കരിമ്പൻ ജ്യൂസ്, എല്ലാ പരിപാടിയും ഉണ്ട്. ഉത്സവ ഫീല്, ഉത്സവം തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ടായാലും കാര്യം മുളക് വെച്ച് നമ്മള് കളിപ്പാട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട്. അച്ച്, പിന്നെ സാധാ പരിപാടിക്ക് എന്തൊക്കെ എല്ലാ സാധനവും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇവിടുന്ന് അറ്റം ഈ അറ്റം വരെ കംപ്ലീറ്റ് കച്ചവടക്കാരും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആൾക്കാരും ജനസാഗരാണ്. അവിടെ നിന്ന്. അപ്പൊ നമുക്ക് ആ മറ്റേ പിക്ചേഴ്സ് ഒന്ന് നോക്കി നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. സമയം 12:52, 12 മണിയാവാറ്. തിരക്ക് അത്രക്ക് തിരക്കാണ്. എന്നാ മഴക്കാരന്റെ ഒരു സ്വല്പം ഉള്ളതുകൊണ്ട് അതെ അതെ അതിന് ചെറിയ ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് എന്താ അറിയില്ല, മഴക്കാരന്റെ വെട്ടം കുറവുണ്ടാവും, ചെറുതായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നല്ല അടിപൊളി, നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ എപ്പോഴും അതെ ഈ ഉത്സവം വന്നു കഴിഞ്ഞാല്, അതായത് ശ്രീ പൂർണ്ണത്രയേശ അമ്പലത്തില് ഉത്സവം വന്നു കഴിഞ്ഞാല് എപ്പോഴും ഇൻസ്റ്റയിൽ നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങി പാലക്കാടൻ ചുക്കുകാരിപ്പട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? വൈകത്തഷ്ടമിയുടെ നമ്മുടെ വൈകത്തഷ്ടമിയുടെ പരിപാടിയുടെ അതേ വൈബ് കിട്ടുന്നുണ്ട് ഇവിടെ. ഞാനൊക്കെ അഷ്ടമിയുടെ അതേ ഒരു വൈബ് ഉണ്ട്. റോഡ് രണ്ട് സൈഡ് കിടക്കാര്. അത് നമ്മൾ വഴിതെറ്റി വൈകത്തഷ്ടമിക്ക് വന്നാണോ? ഇത് അവിടെ തന്നെയാണ് പൂർണ്ണത്രയേശ. അതെ അതെ വിഗ്രഹങ്ങളൊക്കെ ആനടന്റെ ഗണപതിനുണ്ട്, കൃഷ്ണനുണ്ട്, എല്ലാം എന്ത് ഭംഗി. നീല കളറിൽ സ്വർണ്ണത്തിന്റെ പെയിന്റ് അടിച്ചിട്ടുള്ള ഓളാട്ട് അടിപൊളി, നല്ല സ്റ്റൈലായിട്ടുള്ള വിഗ്രഹങ്ങൾ അല്ലേ? അതെ. ഇവിടുന്ന് പരിപാടിയാണ് പോകുമ്പോ ഒരു കണ്ണട വാങ്ങിക്കണം. കണ്ണട വാങ്ങിക്കണം. കണ്ണട ഒന്നും ഓട്ടിക്കാതായിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ വന്നിട്ടോ. മാലൊക്കെ എന്ത് രസമാണ്. ഇവിടെ കുരിയാടത്ത് അതേപോലെ ഉണ്ടല്ലേ? കൊള്ളാം, കളിപ്പാട്ടങ്ങളും ബൈനാക്കുളറൊക്കെ ഉണ്ട്. ഈ ഉത്സവ സീസൺ ഇങ്ങോട്ട് തുടങ്ങി, അതായത് ശബരിമല സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കേരളത്തില് നമ്മുടെ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും ഉത്സവങ്ങളായി. അതായത് ഈ ഇത് വരുമ്പോ സീസൺ വൃശ്ചികോത്സവൊക്കെയാണല്ലോ ഇപ്പൊ ഇവിടെ വൃശ്ചികോത്സവം നടക്കുന്നത്. അപ്പൊ ഉത്സവങ്ങളായി കഴിഞ്ഞാല് ഈ അന്യ സംസ്ഥാനത്തുള്ള കച്ചവടക്കാര് കണ്ടമാനം അടിച്ചു കയറി വരും അവിടെ നിന്ന്. അവരാണ് ഈ മാല, അതുപോലെ തന്നെ ഇതേപോലത്തെ ഒരു ആർട്ടിന്റെ ബലൂണ്, ബലൂൺ ഉണ്ടല്ലോ പറയാൻ പറ്റില്ല, കഥ ഓർമ്മ വരും. എന്താ വെച്ച് കഴിഞ്ഞാല് ഹൈഡ്രജൻ ബലൂണ് ഭയങ്കര കാര്യത്തിൽ ഇഷ്ടപ്പെട്ട് നല്ല ചുവപ്പ് നീല കളറിൽ ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ച വീട്ടിൽ കൊണ്ടേ വാങ്ങിച്ച ദിവസം അടിപൊളിയായിരുന്നു. 12 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോ മുകളിലേക്ക് പോകുന്നില്ല, താഴത്തേക്ക് മാത്രം. കാരണം എന്താ വെച്ചാലേ അതിന് ഹൈഡ്രജൻ ഫുള്ള് പോയി. ലാസ്റ്റ് ഞാൻ വീട്ടിൽ കൊണ്ട് സൈക്കിൾ അടിക്കുന്ന പമ്പടിച്ച് നേരെ കാറ്റടിച്ചപ്പോണ്ടല്ലോ മറക്കണില്ല. അതെന്തത് മറക്കണില്ല. വേറെ മണ്ടത്തിലൊക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാരും വാങ്ങിക്കുമ്പോ സൂക്ഷിച്ചണം. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയുള്ള വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ? അതത്രേ ഉള്ളൂ. അവര് മറ്റേ സീസൺ ആയി കഴിഞ്ഞാൽ പുറത്തോ അയ്യപ്പ സീസൺ. അതെ അതെ, അയ്യപ്പ സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതലും അവരെ ആകർഷിപ്പിക്കാനുള്ള കുറച്ച് ചെണ്ട, പിന്നെ ചെറിയ ചെറിയ കുഞ്ഞി കുറച്ച് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകളായിട്ട് കാണാം. നമുക്ക് അപ്പൊ ഇവിടെ ഒരു എക്സിബിഷൻ കൂടി ഉണ്ട്, ഒരു കുഞ്ഞ് എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ അത് ഉത്സവത്തോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോയേക്കാം. കുറെ എക്സിബിഷൻ അല്ല, മലബാർ മേള. ഇവിടെ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ജേഴ്സികളെല്ലാം കാണാൻ സാധിക്കും.
പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല വൈബായിട്ടിരുന്നു കൊള്ളാം. എല്ലാരും ഉണ്ടല്ലോ വെച്ചാ മുകളില്. ഗംഭീര പാട്ടുകൾ. എല്ലാവരും ഉണ്ടല്ലോ. അടിപൊളി പാട്ടൊക്കെ. അതെ അതെ, 20 രൂപ തൊട്ട് 30 രൂപ വരെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ലഭിക്കും. കമ്മല് ലേഡീസിനെയാണ് ചീപ്പ്, കത്തി, കോടാലി, പാത്രം, പല പല വിവിധ ഐറ്റംസ് കാണാൻ സാധിക്കും. വീട്ടിൽ ഇരുന്നാലേക്കും ഇത് വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടെന്ന്, പക്ഷെ നമ്മളിവിടെ വരുമ്പോ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ ചാ, വാങ്ങിക്കാനും പറ്റും. അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ പോവാണ് നമ്മൾ കേട്ടോ. അതെ, എല്ലാം ഒരുപാട് സ്ക്രൂ ഡ്രൈവർ, കത്തി, പിച്ചാത്തി എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മള് വീട്ടിൽ ഇരുന്ന് ആലോചിക്കും വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടാവും എന്നൊക്കെ. മലബാർ മേള. മലബാർ മേള. മറ്റേ ചന്ദനത്തിൽ ചെറിയ ചെറിയ മറ്റേ സ്തൂപൊക്കെ പോലത്തെ സാധനമൊക്കെ ഇല്ലേ പുകയ്ക്കാൻ. റോസ്, ധൂപ് സ്റ്റിക്ക് എന്നതിന്റെ പേര്. ചന്ദനത്തിലൊക്കെ ഉണ്ട് കേട്ടോ. 5 ചന്ദനത്തിൽ ഒരുമിച്ച് കുത്തിയേക്കും. അയ്യോ എന്ത് തിരക്കോ. വീഡിയോ ഒക്കെ ചെറുതായിട്ട് ഷെയ്ക്കാവും, അത് ബഹളമുള്ളതുകൊണ്ട് കാരണമാണ്. കൊള്ളാം, അടിപൊളി. പച്ചക്കറി വിത്തുകൾ കംപ്ലീറ്റ് ഉള്ള ഇവിടെ. കാന്താരിമുളകും ഉണ്ട്, നാടൻ വഴുതനങ്ങ, പിന്നെന്താ നീല വെണ്ടയ്ക്ക, പച്ചപ്പാവല്. ഈ പച്ചപ്പാവലല്ലാതെ വേറെ കളർ പാവലുണ്ടോ? അറിയില്ല. പച്ചപ്പാവൽ. പാവലെന്താ? നമ്മുടെ പാവയ്ക്ക. സൂര്യകാന്തി. എന്തായാലും ഈ കാണുന്ന ഡ്രസ്സുകളും ഭക്ഷണങ്ങള്, ബാഗുകള്, കാർട്ടൂൺസ് അല്ല, ടോയ്സ്, ഡ്രസ്സുകളെല്ലാമാണ് ഈ സൈഡില് ഉള്ളത്. ഫുള്ള് കറങ്ങി വന്നാൽ നമ്മള് ഇന്നത്തെ ദിവസം ഫുള്ള് പോകും. അത് കാരണം ഇത്രയും സാധനമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉത്സവ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പലതരത്തിലുള്ള ബലൂൺ, മുളക് ബജ്ജി, ക്ലിപ്പ്, ചീർക്കിലി, പിന്നെ ചീർപ്പ് വെച്ചിട്ട് അതെ ഉണ്ടാക്കി വെക്കാണ്. അതെ അതെ, പാൻ ജീപ്പ്, താരൻ ജീപ്പ്, അങ്ങനെയൊക്കെ. കോമ്പോ ജീപ്പ്, നീളം ജീപ്പ്, വട്ട ജീപ്പ്, കത്തി ജീപ്പ്, എല്ലാ തരത്തിലുള്ള ജീപ്പ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ എക്സിബിഷനിൽ കത്തികള്, അത് പലതരം ഐറ്റംസ് ഉള്ളു. കത്തി, പിച്ചാത്തി, വാക്കത്തി എല്ലാം ഉണ്ട്. എല്ലാത്തിനും പേര് നമ്മൾ കാണുന്നത് പഠിച്ചു കേട്ട്. അതുപോലെ തന്നെ പാലക്കാടൻ നല്ല നല്ല മറ്റേ സംഭവല്ലേ, അതിന്റെ പേര് കൽക്കണ്ടം, അതുപോലെ മറ്റേ കരിപ്പെട്ടി. പാലക്കാടൻ കരിപ്പെട്ടി നിങ്ങൾ കഴിച്ചു നോക്കുക മറക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.